14-നും 30-നും വയസ്സിനുമിടയിൽ പ്രായമുള്ള ആളാണോ? എന്നിട്ട് നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായി വരും. അനാവശ്യമായി ഒന്നും തന്നെ പറയാതെ നേരിട്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നുള്ളതിനേക്കാൾ 100 മടങ്ങ് പവർഫുൾ ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയുമായി നിങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന 6 റൂൾസ്, ആറ്റിറ്റ്യൂഡ്സ് തുടങ്ങിയവയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിനുശേഷം നിങ്ങളോട് അനാവശ്യമായ കാര്യങ്ങൾ പറയാനോ കളിക്ക് പോലും മോശമായി പെരുമാറാനോ ആരുടെ ഉള്ളിലും ധൈര്യമുണ്ടാകില്ല. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കാരണം ഞങ്ങൾ സ്വയം കുറേ പവർഫുൾ പേഴ്സണാലിറ്റീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആറ്റിറ്റ്യൂഡ് തുടങ്ങിയവയെ പറ്റി പഠിച്ച് അവയിൽ നിന്നുമാണ് ഈ പറയുന്ന 6 ആറ്റിറ്റ്യൂഡ്, റൂൾസ് എന്നിവ എടുത്തിട്ടുള്ളത്. ഈ പറയുന്ന ഗുണങ്ങൾ എല്ലാ പവർഫുള്ളായ ആളുകളിലും ഉള്ളവയാണ്. ഇനി അത് നിങ്ങൾക്ക് സ്വന്തം. നമ്പർ 1, ബിക്കം ഇമോഷണൽലെസ്. ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശക്തമായ വസ്തു എന്തെന്നാൽ അത് ഇമോഷൻസ്. തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ ശക്തനായ മറ്റൊരാൾ ഈ പ്രപഞ്ചത്തിലില്ല. എന്നാൽ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ അറിയാത്ത വ്യക്തിയോ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ളവരെ മറ്റുള്ളവർ ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിച്ച ശേഷം എളുപ്പത്തിൽ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യും. ഈ ഇമോഷൻസാണ് ഒരു വ്യക്തിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം നൽകുന്നതും അതുപോലെ തന്നെ വ്യക്തികളെ സ്വയം നശിപ്പിക്കുന്നതും. വികാരങ്ങൾ നിയന്ത്രണം വിട്ടുപോകുന്ന മനുഷ്യനെ രക്ഷിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇത് പച്ചക്കള്ളമാണ്. ഈ മോഡേൺ വേൾഡിൽ നമ്മൾ പ്രാക്ടിക്കലും ലോജിക്കലുമായി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. 500 വർഷങ്ങൾക്ക് മുമ്പും നാം തീരുമാനങ്ങൾ എടുത്തിരുന്നു വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നും അതങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരു വ്യത്യാസം എന്തെന്നാൽ ഇന്ന് ആളുകൾ വികാരങ്ങളെ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞു. ഗവൺമെന്റ്, ബിസിനസ് തുടങ്ങി പല സ്ഥാപനങ്ങളിലും ആളുകളെ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഫിയർ, ആങ്കർ, ഹെയ്റ്റ്, ലവ്, ലസ്റ്റ് തുടങ്ങിയവ ഇന്ന് ആളുകളെ കൈവിട്ട സ്ഥിതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയാത്ത ഒരാൾ മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാവ മാത്രമായിരിക്കും എന്നതാണ്. മനസ്സിൽ കല്ല് വെച്ചിട്ടാണെങ്കിലും കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ളവരാണ് പവർഫുൾ പീപ്പിൾ. വികാരങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായ ബോധം ഉണ്ടാക്കാൻ അറിയുന്നവരുമാണ് ഈ കൂട്ടർ. നല്ലതുമല്ല ചീത്തയുമല്ല, ശരിയായതെന്ത്, ആവശ്യമായതെന്ത് എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് ഒരു വലിയ ആയുധമാണ്. അതുപയോഗിച്ച് ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിൽ പൊരുതണം. നിങ്ങളുടെ ഇമോഷൻസ് ഒരുതരം എനർജിയാണ്. അത് കൃത്യമായ രീതിയിൽ ചാനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പാതയിൽ എത്താൻ സാധിക്കും. നമ്പർ 2, ട്രസ്റ്റ് ഇൻ ലിമിറ്റ്സ്. ഈ പ്രപഞ്ചം വിശ്വാസത്തിൻ്റെ പുറത്താണ് ചലിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ വിശ്വസിക്കാവുന്ന ആളുകളും അത്യാവശ്യമാണ്. എന്നാൽ ഇതിനൊരു ഇരുണ്ട വശം കൂടെയുണ്ട്. ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മൾ ഒരാളെ വിശ്വസിക്കുകയും അയാളുടെ സ്വഭാവം മറ്റൊന്നാണ് എന്ന് അറിയുന്നത് വളരെയധികം നിരാശാജനകമായ ഒരു കാര്യമാണ്. അഫ്സൽ ഖാൻ ഛത്രപതി ശിവജി മഹാരാജുമായി സൗഹൃദം സൃഷ്ടിക്കുവാനായി ക്ഷണിച്ചപ്പോൾ ശിവാജി മഹാരാജ് അവിടെ പോവുകയുണ്ടായി. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അഫ്സൽ ഖാൻ കൈകൾ വിടർത്തി അദ്ദേഹത്തെ വാരി പുണരാനായി എത്തി. ഛത്രപതി ശിവജി മഹാരാജും അഫ്സൽ ഖാനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അഫ്സൽ ഖാൻ അയാളുടെ തനി നിറം പുറത്തെടുക്കുകയും കുത്താൻ തുടങ്ങുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ ശിവജി തന്റെ ആയുധം ഉപയോഗിച്ച് അയാളുടെ വയർ കീറുകയാണ് ഉണ്ടായത്. ആളുകൾ വിശ്വസിക്കുന്നത് നല്ലതാണ്, എന്നാൽ പരിധി കഴിഞ്ഞ് വിശ്വസിക്കുന്നത് മണ്ടത്തരവും. ഏത് വ്യക്തിയുടെ വിശ്വസ്തത നേടുവാനാണോ പ്രയാസം, അയാളെ മുറിവേൽപ്പിക്കാനും പ്രയാസമായിരിക്കും. അത്തരത്തിലുള്ളവർ സുഹൃത്തുക്കളുടെ മേലും ശത്രുക്കളുടെ മേലും ഒരുപോലെ ശ്രദ്ധ നൽകുന്നവരാണ്. ഒരു പരിധിയിൽ കഴിഞ്ഞാൽ ആരെയും തന്നിലേക്ക് അടുപ്പിക്കാത്തവരായിരിക്കും അവർ. താനുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള രഹസ്യങ്ങളും അത്തരത്തിലുള്ളവർ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാറില്ല. നമ്പർ 3, ബി സ്റ്റബ്ബോൺ ഇനഫ് ടു മൂവ് മൗണ്ടൻസ്. വഴിയിലൂടെ ഉരുണ്ടുപോകുന്ന പന്ത് പോലെയാണ് സാധാരണ ആളുകളുടെ ജീവിതം. ഓരോ കല്ലുകളിലും തടസ്സങ്ങളിലും ചെന്ന് മുട്ടുന്നതിലൂടെ ആ പന്തിൻ്റെ വഴി മാറിക്കൊണ്ടേയിരിക്കും. വളരെ സാധാരണമായി ആരെന്തു പറഞ്ഞാലും വിശ്വസിച്ച് അത് മാത്രം ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ളത്. ഇവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പോലെ മറ്റുള്ളവർ പറയുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതുമാത്രമല്ല, ഇവർ വളരെയധികം എളുപ്പമുള്ള വഴികൾ തേടി നടക്കുന്നവരാണ്. എന്നാൽ തടസ്സങ്ങളിൽ ഒന്നും നിൽക്കാതെ ഒഴുകിപ്പോകുന്ന നദിയെപ്പോലെ ലക്ഷ്യങ്ങളോ പാതകളോ മാറ്റാത്ത ആളുകളും. അവരുടെ ചിന്തകൾ വളരെയധികം പവർഫുൾ ആയിരിക്കും. അവരുടെ ചിന്തകൾ വാശിയായി മാറുമ്പോൾ കണ്ടു നിൽക്കുന്നവർ പോലും അതിശയപ്പെട്ടു പോകും. ജീവിതത്തിൽ എല്ലായ്പ്പോഴും മികച്ചതാകാനായി മനസ്സിൽ വാശി ഉണ്ടാക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളെ ഉലയ്ക്കാൻ സാധിക്കാത്ത നിലയിൽ എത്തണമെന്ന് വാശി ഉള്ളിൽ നിറയ്ക്കുക. അങ്ങനെ ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേരിയർ മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായി തീരും. അതിനുശേഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള വികാരങ്ങളും നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ലക്ഷ്യം സ്വന്തമാക്കുന്നതുവരെ നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ചിന്തകൾ മാറും. ഒരു കാര്യം നേടാനായി അതിൽ തന്നെ വളരെയധികം ഫോക്കസ്ഡായി എന്തും ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വ്യക്തിയെ പവർഫുള്ളും ഡേഞ്ചറസുമായ മറ്റൊരു വ്യക്തിയില്ല. നമ്പർ 4,
ഇൻഡിപെൻഡൻസ് ഈസ് നോൺ നെഗോഷ്യബിൾ. സൈക്കിൾ ഓടിച്ച് പഠിക്കുന്ന സമയത്ത് കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറകിലത്തെ ചക്രങ്ങളുടെ അടുത്തുള്ള സപ്പോർട്ടിംഗ് വീൽസ് ഇളക്കി മാറ്റി യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ തനിയെ ഓടിച്ച് പോകേണ്ടതായി വരാറുണ്ട്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പവർഫുൾ ആകുവാനായി ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതുണ്ട്. മറ്റൊരാളെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. സാമ്പത്തികമായി നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. കാരണം നിങ്ങളെ സഹായിക്കാൻ ആരും വരില്ല. ഒരു മെന്റർ നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു തരും. നിങ്ങൾക്കെല്ലാ വഴികളിലൂടെയും എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞു തരും. എന്നാൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൈതാനത്തേക്ക് ഒരിക്കലും ഇറങ്ങി വരികയില്ല. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ സ്വയമാണ് പോരാടേണ്ടത്. കേൾക്കുമ്പോൾ വേദനയുണ്ടാക്കുന്ന എന്നാൽ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ലിവ് ലൈക്ക് യുവർ ഫാദർ ഇസ് ഡെഡ്. നിങ്ങളുടെ പക്കൽ നിങ്ങളുടെ അച്ഛനില്ല എന്ന രീതിയിൽ ജീവിക്കുക. വീണു പോയാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ എഴുന്നേൽപ്പിക്കാനോ ആരുമില്ല എന്ന രീതിയിൽ ജീവിക്കുക. അതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ തെറ്റുകൾ കുറവും എന്നാൽ പക്വതയോടുകൂടി തീരുമാനങ്ങൾ കൂടുതലും എടുക്കുന്നതാണ്. ഒരുപാട് ആളുകളുടെ പിന്തുണയോടെ ജീവിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ ശക്തർ. പകരം തൻ്റെ സപ്പോർട്ടിൽ ഒട്ടനേകം ആളുകളുടെ ജീവിതം മികച്ചതാക്കുന്ന ആളാണ് ശക്തൻ. അങ്ങനെയുള്ളവർ സ്വയം വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ തോളിലേറ്റി മുന്നോട്ട് പോകുന്നവരാണ്. നമ്പർ 5, ബിക്കം അബ്സല്യൂട്ട്ലി ഫിയർലെസ്. ഈ പ്രപഞ്ചത്തിൽ അധികം ആരും അറിയാത്ത ഒരു നിയമമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പേടിപ്പിക്കാൻ എളുപ്പമുള്ളവരെ കൊല്ലാനും എളുപ്പമാണ് എന്നത്. ഇത്തരത്തിലുള്ളവരുടെ ഉള്ളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ അവരുടേത് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. ജീവിതത്തിന്റെ കാര്യങ്ങൾ അതിന്റെ വഴിക്കാണ് നടക്കുന്നതെന്നാണ് ഇവരുടെ ചിന്ത. സ്വന്തം ജീവിതത്തിൽ പോലും ഇവർക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. പവർ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതല്ല. പകരം ശരിയായ സമയത്ത് കാണിച്ചു കൊടുക്കേണ്ട ഒന്നാണത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പവർഫുൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെയും പേടിയില്ലാത്ത അവസ്ഥ എന്ന് ഒറ്റയടിക്ക് പറയാം. നമ്പർ 6, സീക്ക് നോളജ് ആൻഡ് വിസ്ഡം. ജീവിതം എന്നതൊരു കളിയാണ്. ഇതിൽ വളരെയധികം ശക്തിശാലികളായ ആളുകൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ആരും തന്നെ അതിൽ തോറ്റുപോകണം എന്ന് ആഗ്രഹിക്കില്ല. എന്നാൽ അറിവില്ലായ്മയോട് കൂടിയാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പരാജയം തീർച്ചയാണ്. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ചോയ്സാണ്. പുതിയത് എന്തെങ്കിലും ചെയ്യാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 1597 ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ പുസ്തകങ്ങളിൽ ഒന്നായ മെഡിറ്റേഷൻ സാക്രറിൽ സർ ഫ്രാൻസിസ് ബാക്കോൺ എഴുതി ചേർത്ത ഒരു കാര്യമാണ് നോളജ് ഈസ് പവർ എന്നത്. അന്നും ഇന്നും ഇത് ഒരുപോലെ സത്യമാണ്. സ്കൂളുകളിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. എന്നാൽ ശരിക്കുമുള്ള വിദ്യാഭ്യാസം ജീവിതത്തിൽ ഫോർമൽ എഡ്യൂക്കേഷന് ശേഷമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകളുടെ എടുത്തു നോക്കിയാൽ അവരിൽ ഭൂരിഭാഗം പേരും പുസ്തക വായന ശീലമാക്കിയിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കാം. ഒന്നും അറിഞ്ഞുകൂടാത്തവർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു ദൗർബല്യമാണ്. എന്നാൽ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്നവർ ശാന്തരായിരിക്കും. ഇത് സ്ട്രെങ്ത് ആണ്.